ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ വിജയോത്സവം പരിപാടിയും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിൽ ചന്ദനക്കാമ്പാറയുടെ സ്വകാര്യ അഹങ്കാരമാണ് ചെറുപുഷ്പ സ്കൂളുകൾ. ലോകത്തിന്റെ നെറുകയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഒരേ സമയം പഠനത്തിലും പാഠ്യേതര രംഗത്തും കായിക മേഖലയിലും ഒരുപാട് പ്രതിഭകളെ വളർത്താൻ കഴിഞ്ഞത് നാടിന് അഭിമാനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സജീവ് ജോസഫ് MLA പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ എബ്രഹാം മടത്തിമാലിൽ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 9 A+ നേടിയവരെയും 8 A+ നേടിയവരെയും ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. ഇതോടൊപ്പം ഗുജറാത്തിൽ വെച്ച് നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി വെള്ളി മെഡൽ നേടുകയും വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുകയും ചെയ്ത വിദ്യാലയത്തിലെ കായിക പ്രതിഭ അലീഷയെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ലോക്സഭാ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും മാധ്യമപ്രവർത്തകൻ തോമസ് അയ്യങ്കാനാലിനെയും ചടങ്ങിൽ ആദരിച്ചു. ചെറുപുഷ്പ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മഞ്ജു ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബേബി മുല്ലക്കരി, വാർഡ് മെമ്പർമാരായ ഡാനിഷ്, ഷീജ ജോൺസൺ, റവറന്റ് ഫാദർ ബോബിൻ അട്ടാരക്കൽ, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച സ്കൂൾ ലീഡർ ഇമാനുവൽ മാത്യു MM തുടങ്ങിയവർ സംസാരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികളെ മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് സ്കൂൾ അധികൃതരും അധ്യാപകരും പുതിയ അധ്യയന വർഷത്തിലേക്ക് വരവേറ്റത്. കരുത്തുറ്റവരാണ് ഈ ചന്ദനക്കാമ്പാറയിലെ കുട്ടികളെന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുക. അതുകൊണ്ടാണ് സ്പോർട്സിൽ നമുക്ക് പ്രത്യേകമായി കേരളത്തിൽ ഒരു സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. നിങ്ങൾക്കറിയാം, ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. 300-ലധികം ആളുകൾ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ, അത് റെയിൽവേയിലാകട്ടെ, KSEB-യിലാകട്ടെ, ONGC-യിലാകട്ടെ, റെയിൽവേയിലാകട്ടെ, BSNL-ലാകട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രമുഖ സർക്കാർ സ്ഥാപനങ്ങളിൽ 300-ലധികം ആളുകൾ അവർക്ക് ജോലി ലഭിച്ചത് നമ്മുടെ ചന്ദനക്കാമ്പാറ സ്കൂളിൽ പഠിച്ചതിൻ്റെ പേരിൽ മാത്രമാണ്.